ഡേ, ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെല്ലാരും ഇങ്ങനെ TV കണ്ട് വെറുതെ ഇരിക്കുകയും ആണുങ്ങളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. ആ, അക്കാര്യത്തില് ഗംഗേച്ചി ഭാഗ്യവതിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ. എത്ര കോൺഫിഡന്റ് ആയിട്ടാ വിനീതേട്ടൻ പറഞ്ഞേ. എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ അമ്മേ. ഒരു കട്ടൻ ചായ പോലും ഇട്ട് കാണാത്ത ആളാ ബിരിയാണി ഉണ്ടാക്കാൻ പോയിരിക്കുന്നെ. ചോറും കറിയും കൂടി വെക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മിക്കവാറും നമ്മൾ പട്ടിണിയായിരിക്കും. ഛേ, ഇങ്ങനെ നെഗറ്റീവ് ആവാതെ ഗംഗേച്ചി. വിനീതേട്ടൻ ഇപ്പൊ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ബിരിയാണി വെച്ച് ഇങ്ങോട്ട് തരും. വിനീതേട്ടൻ പറഞ്ഞ സമയം ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ. നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ എല്ലാരും റെഡി ആയിക്കോ. അത് തന്നെ. എന്റെ പ്ലേറ്റ് ഒക്കെ റെഡിയാ കേട്ടോ. നമുക്ക് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലോ? ആ അച്ഛമ്മേ, ഇങ്ങോട്ടിരുന്നു. അടുക്കളയിൽ നിന്ന് കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ വരുന്നതെന്ന് ആദ്യം നമുക്ക് കാണാം. പിന്നെ നെക്ക് ആ, പറയാൻ പറ്റില്ല. ചിലപ്പോ അച്ഛനെ പോലെ ആയിരിക്കും, പാചകത്തിൽ പുലിയായിരിക്കും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ ഒരു ചോറ് അടുത്ത ചോറിൽ തൊടത്തു പോലും ഇല്ല. നാശം പിടിക്കാനായിട്ട്. അയ്യോ, ഇതേ ചവിട്ട് വീണാണ് ഞാനിപ്പോ. അയ്യോ, എന്റെ ഡോൾ. നിന്റെ ടോയ് ഒക്കെ വേണമെങ്കിൽ ഏതെങ്കിലും അലമാരയിൽ വെച്ച് പൂട്ടി വെക്കേ, അല്ലാതെ വാതിൽപ്പടിയിലല്ലേ ഇടേണ്ടത്. എന്താടി കളിപ്പാട്ടം വാങ്ങുന്നത് അലമാരയിൽ വെച്ച് പൂട്ടാനാ? കളിക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ അതെടുത്ത് ഞാൻ റോഡിൽ എറിഞ്ഞ് കളിക്കും. അമ്മ, അവള് പോയ വഴിക്ക് ആരോടെങ്കിലും മെക്കിട്ട് കയറിയിട്ടുണ്ടാവും. അവരുടെ ഇന്ന് 2 എണ്ണം കേട്ടിട്ടുണ്ടാവും. ഇനി പിന്നാലെ ആള് വരും. ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്ന ചോദിക്കാൻ. ആ, അങ്ങനെയാണെങ്കില് അമ്മയുടെ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്. ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കാൻ. ഏ, അതാരാണ് ഈ ഏട്ടൻ? അമ്മയുടെ ഒരു സ്വയം പ്രഖ്യാപിത ഏട്ടനുണ്ടല്ലോ, അയാള് തന്നെ. ഓ, ജയപാലനോ? കാവേരി, വിശാലിന്റെ കാര്യം വീണ്ടും വീണ്ടും ഇവിടെ എടുത്തിടണ്ട. വിശാലല്ല, ജയപാലൻ നട്ട വേറൊരു പടുമുളയുണ്ടല്ലോ, അതിന്റെ കാര്യമാ പറഞ്ഞേ. രാഗിണിയോ? അവളെത്തിയോ? ആ, എത്തി. വരവറിയിക്കുകയും ചെയ്തു. ദേ, ഇങ്ങോട്ട് നോക്കി. എന്താണ് ഇത്? നീ കന്നുകൂട്ടാൻ പോയോ? കന്നുപൂട്ടാൻ പോയതല്ല, ഒരു കന്നിനെ കണ്ടു വഴിയിൽ വെച്ച്. ദൈവമേ, മണ്ണ് വാരി കളിക്കണ കാലം തൊട്ട് രണ്ടും കൂടെ നേരെ കണ്ട കീരിയും പാമ്പുവാ. ഈശ്വര, 2 കുടുംബവും തമ്മിൽ ശത്രുതയായ സ്ഥിതിക്ക് ഇനി പറയാനുമില്ല. നോക്കിക്കോ, ഞാനും ഒരു കാറ് വാങ്ങിക്കും, അവളുടെ മേലെ ചെളി തെറിപ്പിക്കാൻ മാത്രായിട്ട്. കാറൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇപ്പൊ നീ പോയി കുളിച്ചിട്ട് വാ. ചെളിയുടെ നാറ്റം. അച്ഛമ്മേ, ശരിയാ, ഒരു മണം വരുന്നുണ്ടല്ലേ? അമ്മ, ഉണ്ട്. ഇതെന്തോ കരിഞ്ഞതിന്റെ മണം വരുന്നല്ലോ. കരിഞ്ഞതിന്റെയോ? അയ്യോ, അടി പിടിച്ചു. ഏ, അമ്മ അടി പിടിച്ചു. ബിരിയാണി അടി പിടിച്ചു. അയ്യോ, ഏ? എന്താ ഇവിടെ സംഭവിച്ചേ? ഭൂകമ്പോ? മൊബൈൽ ഗെയിമിലും മായം. എന്തൊരു മണം വരുന്നുണ്ടല്ലോ. അയ്യോ അയ്യോ, ബിരിയാണി. തുണി ഇത്. അയ്യോ, കരിഞ്ഞു.
വിനീതേട്ടാ വിനീതേട്ടാ എന്താ ഇത്? ഇതാ ഗംഗേച്ചി ലോകത്താരും ഇന്നേ വരെ കഴിക്കാത്തൊരു ബിരിയാണി. ഇവിടെയും ഇതാരും കഴിക്കാൻ പോകുന്നില്ല. ഇത് പാകായപ്പോ ഞാനൊരു സ്പൂൺ ചോദിച്ചപ്പോ തന്നില്ലല്ലോ. ദുഷ്ടൻ. വിശന്നിട്ട് വൈകിട്ട് പഞ്ചാരിമേള നടക്കുന്നു. ആ ഇന്ന് വിനീതേട്ടന്റെ പാചകമായിരുന്നോ? ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പാഴ്സലും വാങ്ങിച്ചു വന്നേനെ. ചവത്തി കുത്താതെ കാവേരി. അല്ലെങ്കിൽ ഇതൊന്നും ആണുങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നല്ല. അരവിന്ദേട്ടനും ഇതുപോലെ തന്നെയായിരുന്നു. വലിയ വീരവാദം പറയും, എന്നിട്ട് അടുക്കളയിൽ കയറും. ഒടുവിൽ ദാ ഇതുപോലെ തന്നെയായിരിക്കും അവസ്ഥ. ദേ ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇതൊന്നും ശരിയാവില്ലെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. ഇവള് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ചോറെങ്കിലും കഴിച്ചൊരിടത്ത് മിണ്ടാതിരിക്കായിരുന്നു. എന്തായാലും കാവേരി, നീ പെട്ടെന്ന് പുറത്തുപോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ടോ? ബിരിയാണി തന്നെ വേണോ? എന്റെ പൊന്നു ചേച്ചി, കിട്ടുന്നത് എന്തായാലും മതി. കരിങ്കല്ലെങ്കിൽ കരിങ്കല്ല്, ഇല്ലെങ്കിലേ എല്ലാത്തിനും ഞാൻ പിടിച്ച് തിന്നും. അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്ക്. എന്തായാലും മതിയെങ്കി ഇത് വിനീതേട്ടാ വേണ്ടല്ലേ. കറുത്തവനായി പോയതുകൊണ്ട് വർണ്ണവിവേചനം അനുഭവിക്കുന്ന പാവം എന്റെ ബിരിയാണി. സാരമില്ല, ഒരു കോംപ്രമൈസിന് ഞാനും തയ്യാറാണ്. തൽക്കാലം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന ബിരിയാണി ഞാനും കഴിക്കാം. എങ്ങോട്ടാ ഇത്ര തിടുക്കത്തില്? അല്ല, ബിരിയാണി കഴിക്കണ്ടേ? ബിരിയാണിയൊക്കെ ഞങ്ങള് കഴിച്ചോളാം. തൽക്കാലം ബിരിയാണി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് കുളമാക്കിയിട്ട് ഈ കിച്ചൺ ഉണ്ടല്ലോ, പഴയ പോലെ ആക്കിയിട്ട് പുറത്തിറങ്ങിയാ മതി. ആ സമയത്ത് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിലേ തരാം. നടക്ക്. എങ്ങനെ മിച്ചം വരാനാ? ഒരു ജാതക്കുള്ള പെണ്ണുങ്ങളല്ലേ ഉള്ളത്. എന്തായാലും അടുക്കള വൃത്തിയാക്കാൻ ഈ പാവ ആൺതരി തന്നെ വേണം. ഇനി സമാധാനമായിട്ട് അല്പം പാട്ട് കേൾക്കാം. തൊഴിൽ വേളകൾ ആനന്ദരാവട്ടെ. പ്രവീണ, ഓ ഇടി എന്തെടുക്കോടെ അവിടെ? ഇങ്ങോട്ട് വാ. വരുന്നു. ഏട്ടാ. ആ ഇടി വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടില്ലേ? ഓ, രാവിലെ തന്നെ കല്യാണിയമ്മ വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടു. അവളെ മുറിയോ? അതൊക്കെ ചെയ്തിട്ടുണ്ട് ജയപാലേട്ടാ. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറി ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് മടക്കി അലമാരിയിൽ വെച്ചിട്ടുണ്ട്. അല്ല, ഫുഡ്? ആ, ചോറ് റെഡിയാ. അവൾക്ക് ഇഷ്ടപ്പെട്ട റൈസ്, മട്ടൻ കറി അടുപ്പത്ത് തിളയ്ക്കുന്നു. അവളുടെ ഇഷ്ടം പോലെ മീൻ പറ്റിച്ചും വെണ്ടയ്ക്ക പൊള്ളിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ പിന്നെ ദേ, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ടാപ്പിലൂടെ വെള്ളം വരുന്നില്ല എന്നുള്ള പരാതിയൊന്നും ഇനി ഇവിടെ കേൾക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. ആ ദേ, എല്ലായിടത്തും ബൾബും ലൈറ്റും ഒക്കെ തെളിഞ്ഞോണം. ആ, പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെ ഇന്നലെ തന്നെ വന്ന് ഒക്കെ ചെക്ക് ചെയ്തതല്ലേ ജയപാലേട്ടാ? അല്ല, ഇനിയിപ്പോ ഞാൻ വേറെ വല്ലതും? അല്ല ജയപാലേട്ടാ, എനിക്കൊരു സംശയം. എന്ത്? രാജകുമാരിയൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നേ, നമ്മുടെ മോള് തന്നെയല്ലേ? എടീ രാഗിണിയെ, എനിക്ക് രാജകുമാരി തന്നെ. അവളുടെ ഇഷ്ടത്തിനാ ഇനി ഈ വീട് നടക്കേണ്ടത്. എടി, എത്ര കാലമായിട്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ട്? നമ്മൾ അങ്ങോട്ടേക്ക് കാണുമല്ലേ സാധാരണ പതിവ്. ഇനിയിപ്പോ ഒന്നും കാണാലോ, മടക്കല്ലെന്നല്ലേ പറഞ്ഞത്.
ഡാ വിശാലേ. അവൻ അവിടെ എങ്ങാനും ഇരിക്കട്ടെ ജയപാലേട്ടാ. ഏ? എന്തിനാ വരാന്തയിൽ ഇത്രയും പേരുടെ കാവല്? എടി ഹരേ കൃഷ്ണന്ന് കുറച്ച് സീറ്റ്സ് വാങ്ങാൻ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടോന്ന് അറിയാനാ. അവിടുത്തെ സീറ്റ്സ് അവൾക്ക് ഇഷ്ടം. വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ. ആ. ഇനി നേരിട്ട് ചെല്ലണ്ട. ഏ? തീരുന്ന മുറയ്ക്ക് വിളിച്ചാ ഡെലിവറി ബോയ് വഴി ഇവിടെ എത്തിക്കാന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. നന്നായടാ. കുട്ടിയായിരുന്നപ്പോ അവൾ എപ്പോഴോ ഹരേ കൃഷ്ണയിലെ സ്വീറ്റ്സ് താല്പര്യം പറഞ്ഞു എന്ന് കരുതി. ബാംഗ്ലൂർക്ക് പോകുമ്പോഴും കുറേ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോവും. ഇപ്പൊ ദേ ഇവിടെയും നോക്കിക്കോ. ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് അവൾ ഇതൊന്നും തൊട്ടു നോക്കാൻ പോലും പോകുന്നില്ല. ഒന്ന് പോടി അവിടെ. എടീ ഞാൻ കൊടുക്കുന്നതൊക്കെ എന്റെ മോക്കേ രാഗിണിക്ക് അമൃത അമൃത. എന്റെ രാഗിണി മോള് വന്നു. വന്നാ വാ മക്കളെ വാ. വാ. ഹായ് മോം. ഹായ് ചേച്ചി. അല്ല മോളെ, നീ എന്താണ് ഒറ്റ കാർ ഓടിച്ചു വന്നേ? ഡ്രൈവറെ കൂട്ടിയെ പോരായിരുന്നോ? ഈ ഒറ്റയ്ക്ക് വരുന്നതിന്റെ സുഖേ അതൊന്ന് വേറെ തന്നെയാ അച്ഛാ. പ്രവീണേ മേടിച്ചിക്കാ, നീ പോയി നീ ആരും എടുത്തുണ്ടോ ചെല്ല്. എന്താടി മോളെ നിന്റെ മുഖം എല്ലാം വാടിയിരിക്കുന്നേ? നീയൊന്നും കഴിച്ചില്ലേ? വരുന്ന വഴിക്കൊരു ബോർഡ്, ഏത്തക്കയും പോത്തിറച്ചിയും. എന്നെ മാടി വിളിച്ചതാച്ചാ. എന്നിട്ട് നീ കഴിച്ചാ? കഴിച്ചില്ല. കഴിച്ചിരുന്നേ നിന്നെ കൊന്നേനെ. ഓ എടി പിന്നെ എന്തിനാടി ഞങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ട കോരിക്ക് തയ്യാറായി കാത്തിരിക്കുന്നേ? ഈ അച്ഛൻ്റെ ഒരു കാര്യം. അങ്ങനെ തന്നെ. കഴിച്ചാലും കുഴപ്പം, കഴിച്ചില്ലെങ്കിലും കുഴപ്പം. അത് പിന്നെ അങ്ങനല്ലേ? ഡീ നീ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചേ വയറ് ചീത്തയാക്കണ്ടെന്ന് കരുതിയാ പുറത്തൊന്നും കഴിക്കണ്ടെന്ന് പറയുന്നതേ. എന്നാൽ എന്റെ മക്കളെ വിശന്നിരിക്കുന്ന ഓർക്കുമ്പോ അച്ഛന് വല്ലാത്ത വിഷമോ. എന്നാലേ അച്ഛനൊരു കാര്യം ചെയ്. ഞാൻ യാത്ര പോകുന്നതിനൊപ്പം ഇവിടെ തയ്യാറാക്കുന്ന ഹോംലി ഫുഡൊക്കെ ഇല്ലേ, അതും കൂടെ വണ്ടിയിലാക്കി എന്റെ കൂടെ അങ്ങ് വിട്ടേക്ക്. ഈ ട്രെയിനിലൊക്കെ ഉള്ള പാൻട്രി ഇല്ലേ, അതുപോലെ. അച്ഛൻ നിനക്ക് വേണ്ടേ ചെയ്യുവേ. അഞ്ഞൂറ് വവ്വാലുകൾ ഉഷ്ണതരംഗത്തിൽ ചത്തുവീടത്രേ. എവിടെ? ഛത്തീസ്ഗഡിലെ കാൻഗർ ജില്ലയില്. കാൻഗറിലാ നമ്മുടെ ഉലുവ കമ്പനിയൊക്കെ. എന്റെ ഉലുവയൊക്കെ എന്തായി കാണുവോ ആവോ. വരുന്നുണ്ട് നിവിൻ. വാ പോവാം. സത്യേട്ടാ എഴുന്നേക്ക്. എങ്ങോട്ട്? എടാ നമുക്കേ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാടാ. എത്ര നാളായി നമ്മൾ ഒന്നിച്ചൊന്ന് പുറത്തു പോയിട്ട്. എടാ നീ പേടിക്കണ്ട, ഇത് നിന്നെ പെടുത്താനുള്ള ട്രാപ്പൊന്നുമല്ല. നിനക്ക് ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ലെന്ന് അമ്മ പറഞ്ഞു. എങ്കിൽ നിന്റെ സമയത്തിനൊപ്പം ട്രാവൽ ചെയ്യാനുള്ള ഐഡിയ ഞാനാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും നീ പുറത്തു പോവല്ലോ, അപ്പൊ ഞങ്ങളും കൂടെ വരാം. ഞാനാണെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്ന് ഉലുവ പോലും ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പുറത്തോട്ടൊന്നും പോയില്ല. ഞാൻ പോകുന്ന സ്ഥലമൊന്നും നിങ്ങൾക്കൊന്നും സെറ്റ് ആവില്ല.
ഡാ സെറ്റ് ആവുന്നു നമുക്ക് നോക്കാം. ദേ അമ്മയ്ക്കൊന്നും ഒരിക്കലും സെറ്റാവില്ലെന്ന് ഉറപ്പാ. പിന്നെ അച്ഛൻ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ശേഷം നിങ്ങൾ രണ്ടും ഒരുമിച്ച് പുറത്തു പോകുമ്പോ ഞാൻ എന്തിനാ? നിങ്ങൾക്ക് എന്തേലും മിണ്ടിയും പറഞ്ഞൊക്കെ പൊക്കൂടെ? നിവിൻ, ജയപാലൻ അങ്കിളിന്റെ വീട്ടിലേക്കാ പോകുന്നത്. മര്യാദയ്ക്ക് കൂടെ വന്നോ. നിവിൻ, ജയപാലൻ അങ്കിളിന്റെ വീട്ടിലേക്കാ പോകുന്നത്. മര്യാദയ്ക്ക് കൂടെ വന്നോ. അതെ അതെ. പിന്നെ പോകുന്ന കൂട്ടത്തിൽ ജയപാലന്റെ വീട്ടിലൊന്ന് കയറണം. അളിയനെ കണ്ടിട്ട് എത്ര നാളായടാ. ഈ ജയപാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഒട്ടുമില്ല. നിക്കേ, അതെന്താ? ജയപാലൻ നിന്റെ അമ്മാവനല്ലേ? എടാ നിന്റെ അമ്മയുടെ ഒരേ ഒരു ഏട്ടൻ. ആയിരിക്കാം, പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് സെറ്റാവില്ലെന്ന് ഞാൻ പറഞ്ഞ. എന്താ സെറ്റ് ആവാത്തത്? ആയില്ലെങ്കിൽ ആവണം. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ രാഗിണിയുടെ അച്ഛൻ കൂടിയാ ജയപാലേട്ടൻ. അതെ, രാഗിണി നീ കണ്ടിട്ടും കുറെ നാളായില്ലേ? വാടാ, നമുക്ക് പോയിട്ട് വരാം. അച്ഛാ പ്ലീസ്, രാഗിണി ഞാനിപ്പോ കണ്ടിട്ട് എന്തിനാ? എനിക്കൊരു അർജന്റ് കാര്യമുണ്ട് അച്ഛാ, പ്ലീസ് ഞാൻ പൊക്കോട്ടെ. നിങ്ങള് രണ്ടാളും കൂടി ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി അടിച്ചു പൊളിച്ചു വാ. അത് കഴിഞ്ഞ് കാണാം നമുക്ക്. ശരിന്നാ, പോട്ടെ. ഓക്കെ ബൈ. നിവിൻ, നിവിൻ നിക്കവിടെ. നിവിൻ, നിവിൻ അവിടെ നിക്കാൻ. നിവിൻ, ഒരാൾ ഒരു വഴിക്ക് പോകാൻ നിശ്ചയിച്ചുറപ്പിച്ചാൽ പിന്നെ പിന്നാലെ പോയി തടയാൻ ശ്രമിക്കരുത് രാജി. നമ്മൾ നാണം കെടും. അല്ല പോന്നില്ലേ? സത്യേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എടോ കാവേരി, തനിക്ക് ഈ നിവിൻ തരുന്ന ഒരു ഗിഫ്റ്റാ ഈ സാരി. ഇത് നേരിട്ട് തന്റെ കയ്യിലേക്ക് തന്നിട്ട് പകരം കവിളത്തൊരു ഉമ്മ വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആള് താനായതുകൊണ്ടേ ചെവിക്കുറ്റി നോക്കി അടി കിട്ടുമെന്നുള്ള ഭയം കൊണ്ടാ. തൽക്കാലം ഇത് തന്റെ അനിയത്തിയുടെ കയ്യിൽ തന്നുവിടുക. അവളായിക്കോട്ടെ നമ്മുടെ ഹംസം. എടി അങ്ങോട്ട് നോക്ക്. ഇത് നമ്മുടെ മറ്റേ കക്ഷിയല്ലേ? നിന്നെ വിശാലിന്റെ ഫാം ഹൗസിൽ നിന്ന് രക്ഷിച്ച വീരനായകൻ. അതെ, നിവിനേട്ടൻ. അല്ല, ഇപ്പൊ ഇവിടെ എന്താണാവോ? ഇവിടെ എന്താന്നോ നിനക്കറിയില്ല അല്ലേ? ഇല്ല. ഇതിപ്പോ പൂമ്പാറ്റ വരുന്നത് എന്തിനാന്ന് പൂവിനറിയില്ല എന്ന് പറയുന്ന പോലെ ആയല്ലോടി കള്ളി. എന്താടി പൂമ്പാറ്റയും പൂവും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡേ മതി കണ്ണടച്ച് പാല് കുടിച്ചത്. ഈ നേരത്ത് ആ ചേട്ടൻ വന്ന് ഇവിടെ നിക്കണമെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെ. എന്നെ എന്തിനാ? ഒന്ന് പോടി കുരങ്ങത്തി. ഡേ മതി കണ്ണടച്ച് പാല് കുടിച്ചത്. ഈ നേരത്ത് ആ ചേട്ടൻ വന്ന് ഇവിടെ നിക്കണമെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെ. എന്നെ എന്തിനാ? ഒന്ന് പോടി കുരങ്ങത്തി. നിനക്കിഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലും സത്യം അത് തന്നെയാ. തന്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ കാമുകന്റെ ലുക്കില്ലേന്ന് നോക്കി ആ മുഖത്ത്. ഉണ്ടോ? അതേ ഉള്ളൂ. ഒന്ന് പോടി. കണ്ടോ കണ്ടോ പെണ്ണിന്റെ ഒരു നാണം. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. എടി, നിന്റെ ആ കിഡ്നാപ്പിംഗ് സ്റ്റോറി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. കക്ഷിക്ക് നിന്നോടൊരു സൈഡ് വലിവുണ്ടോന്ന്. നിന്റെ ചേച്ചിമാരും വിനീതേട്ടനും ഒക്കെ നിന്നെ അന്വേഷിച്ച് ഉറക്കം വെച്ച് നടക്കുന്നത് മനസ്സിലാക്കാം. ഈ കക്ഷിക്ക് എന്തിന്റെ കേടായിരുന്നു? അതിനോടൊപ്പം നടക്കാനും സ്വന്തം വണ്ടിക്ക് പെട്രോൾ അടിച്ച് അലഞ്ഞു തിരിയാനും ഒക്കെ. ക്ലൈമാക്സില് സ്വന്തം കസിന്റെ കുത്തിനെ പിടിച്ച 4 എണ്ണം പൊട്ടിച്ചെന്നോർക്കണം. സ്വന്തം അമ്മയും അമ്മാവനെയൊക്കെ പിണക്കി അങ്ങനെ ഒരു സാഹസത്തിന് മുതിരണമെങ്കിൽ മറുവശത്ത് ശക്തമായൊരു പ്രലോഭനം തന്നെ ഉണ്ടാവണ്ടേ? എന്ത് പ്രലോഭന?
ഹാ, നീ കേട്ട അങ്ങനെ സുഖിക്കണ്ട. ഒന്നാം തരം പുളിങ്കൊമ്പ പിടിച്ചാ നിനക്ക് കൊള്ളാം. നിനക്ക് വേണ്ടെങ്കിൽ എന്റെ കോർട്ടിലേക്ക് തട്ടിയേക്ക്. പൊന്നുപോലെ ഞാൻ ഏറ്റെടുത്തോളാം. ഈയടാ. ഹാ, ഇപ്പൊ അങ്ങനെയായോ? നിവിനേട്ടൻ എന്താ ഇവിടെ? അത് ഞാൻ യമുനെ ഒന്ന് കാണാനായിട്ട്. യമുനയെ കാണാനോ? എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് ഫോണിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോ നിവിനേട്ടന്. അത് ഇത് കൊടുക്കാൻ കൂടിയാ. യമുന ഇത് വാങ്ങണം. എന്താ നിവിനേട്ട ഇത്? അത് ഒരു സാരി. സാരിയോ? ആർക്ക്? എന്ത് മണ്ടൻ ചോദ്യാടിയത്. നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്കല്ലേ സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നേ. നിവിനേട്ടൻ അങ്ങനെ സ്നേഹിക്കുന്നത് ആരെയാ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഒരു മരമണ്ടി തന്നെയാ, അല്ലേ നിവിനേട്ട? അതെ. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യ അതിനെ പറഞ്ഞത്. എന്റെ വലിയൊരു ടെൻഷൻ നീങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ. കൊള്ളാം, പക്ഷേ ഇത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനോ? സാരിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്തിനാ ഗംഗേച്ചി ആവശ്യമില്ലാത്ത ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നത്? ഇങ്ങ തന്നെ. നീ അത് പിടിച്ചു പറിക്കൊന്നും വേണ്ട മോളെ. നിനക്കിഷ്ടമുള്ളത് വിട്ടു തരേയുള്ളൂ ഈ ചേച്ചി. നീ സേഫ് ആയിരിക്കണമെന്ന് കരുതിയ ഓരോന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നത്.